ആതിരത്തിങ്കളെ പാൽക്കുടം താരകപ്പൂക്കളെ പൂമഴ മിഴി നനഞ്ഞ മൈനയോ മാരിയോ വളയുടഞ്ഞ കൈകളോ വിരഹം നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി ജീവിതമെന്നൊരു തൂക്കുപാലം ജീവികൾ നാമെല്ലാം സഞ്ചാരികൾ. നമസ്കാരം. സംഗീതമേ ജീവിതം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ പ്രശസ്തരായ സംഗീത സംവിധായകരും ഗായകരുമായിരുന്നു ജയവിജയ സഹോദരന്മാർ. അതിൽ വിജയൻ സാറിൻ്റെ മകനും ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ മഞ്ജുനാഥ് വിജയനാണ് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലെ അതിഥി. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സവിനയം സ്വാഗതം ചെയ്യണം. അച്ഛനമ്മമാരുടെ അച്ഛൻ്റെയും വല്യച്ഛൻ്റെയും പാട്ടുകൾ കുട്ടിക്കാലത്ത് തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും. അത് കേട്ടുകൊണ്ടല്ലേ വളരുന്നത്? തീർച്ചയായും. രാവിലെ ഉണർന്നാൽ പാട്ട്, സാധകം ചെയ്യാൻ അവരുടെ പാട്ട്, അത് കഴിഞ്ഞ് കമ്പോസിങ്ങിന് അവരുടെ പാട്ട്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അച്ഛനൊക്കെ രാവിലെ തന്നെ രാവിലെ തന്നെ എഴുന്നേറ്റും. രാവിലെ എഴുന്നേറ്റ് ഒരൊറ്റ വലിയ സിറ്റ് ഔട്ടാണ്, വലിയൊരു തിണ്ണ, നമ്മൾ മലയാളം തിണ്ണ എന്ന് പറയും. അവിടെ അപ്പുറയും ഇപ്പുറയും രണ്ടുപേരും ഇരുന്ന് സാധകമാണ്, കസേരയിൽ തന്നെ ഇരുന്നിട്ടുള്ളൂ. അപ്പം മെയിൻലി അവർ സ്വരങ്ങളുടെ മനോധർമ്മ സ്വരങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അത്രയും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഒരു മണിക്കൂർ അങ്ങനെ ഉണ്ടാവും. ഞാനവിടെ പറയുമ്പോൾ എല്ലാവരും ഇപ്പം ഈവൻ മനോജ് അല്ലെങ്കിൽ ബിജു എല്ലാവരും വരും, എൻ്റെ ചേട്ടനൊക്കെ അവിടെ ഉണ്ടാവും, കേട്ടുകൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ അല്ലെങ്കിൽ അകത്തുള്ള ഹോളിനകത്ത് ഇരുന്ന് അങ്ങനെ വാച്ച് ചെയ്യും. അപ്പോൾ അത് രസകരമാണ്, ഭയങ്കര രസകരമാണ്. അപ്പം അങ്ങനെയൊക്കെ അന്നൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു, അങ്ങനെ സംഗീതത്തിലേക്ക് തന്നെ വരണം. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു 250ഓളം അയ്യപ്പ ഭക്തി ഗാനങ്ങൾ, ദാസേട്ടൻ ദർശനം പുണ്യ ദർശനം എന്നുള്ള പാട്ടുപാട്ട് വരുന്നതിന് മുമ്പ് ജയവിജയ സഹോദരന്മാർ ചേർന്ന് ഈണം പകർന്നിട്ടുണ്ട്, പാടിയിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മഞ്ജുവിൻ്റെ കുട്ടിക്കാലത്തൊക്കെ അതിൽ ഏതെങ്കിലും പാട്ട് കേട്ടിട്ടുണ്ടാവും. അന്ന് ഒരുപാട് പാട്ട് കേട്ടിട്ടുണ്ടാവും. അപ്പം മനസ്സിൽ നിൽക്കുന്ന ഒരു പാട്ട് പാടാവും. തീർച്ചയായിട്ടും. നന്മ നേരിൽ വരുവതനായി ഞങ്ങൾ എന്നുള്ള അതുകൊണ്ട് ശ്രീ ശബരീശ, ശ്രീകോവിൽ, അങ്ങനെ കുറേ പാട്ടുകൾ അങ്ങനെ കേൾക്കുമായിരുന്നു. പിന്നെ മിക്കവാറും വീട്ടിലിടുന്നൊക്കെ ഈ പാട്ടാണ്, റെക്കോർഡ്. അന്നൊക്കെ ഈ കാസറ്റാണ്, അപ്പോൾ അന്നൊക്കെ ഇടുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. എപ്പോഴും മനസ്സിലായി ഇങ്ങനെ നിൽക്കുമല്ലോ. അതെ. ഒരു പാട്ട് തീർച്ചയായും. നന്മമേലിൽ വരുവതിനായി ഞങ്ങൾ നിർമ്മല നിന്നെ സേവ ചെയ്തിടുന്നു. സമ്മതം മമ വന്നു തുണയ്ക്കേണം. ഹരിഹര പുത്രനയ്യപ്പ പാഹിമാം. നന്മമേലിൽ വരുവതിനായി ഞങ്ങൾ നിർമ്മല നിന്നെ സേവ ചെയ്തിടുന്നു. സമ്മതം മമ വന്നു തുണയ്ക്കേണം. ഹരിഹര പുത്രനയ്യപ്പ പാഹിമാം. ഇതങ്ങനെ പണ്ടങ്ങനെ അത്രയും ഭംഗിയുടെ അവർ പാടത്തരം, പക്ഷെ നമുക്കൊന്നും പറ്റത്തില്ല. അവരൊരു അയ്യപ്പ സന്നിധിയിലേക്ക് എത്തിയപോലെ നമുക്ക് തോന്നും. അതെ. പക്ഷെ അവർ പാടുന്നത് എന്തോ ഒരു മാജിക് ഉണ്ട്. എനിക്കത്, കാരണം എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട്, പക്ഷെ എനിക്കത് കിട്ടും, എനിക്കറിയില്ല. പക്ഷേ അവൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു ഒരു പാട്ട് പഠിക്കണമെന്ന്. അന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ കലാക്ഷേത്രം, കോട്ടയം കലാക്ഷേത്രയിൽ മാത്യു സാറിന്റെ കീഴിൽ വയലിൻ അഭ്യസിക്കാൻ ചേർത്തിരുന്നു. അപ്പം അന്നിട്ടാണ് ചേർത്ത്. അപ്പം അമ്മയും അച്ഛയും കൂടെ കൂടിയിട്ട്. അപ്പം അന്നാണ് എന്താണ് മ്യൂസിക് എന്നുള്ളത് കയ്യിൽ വരുമ്പോഴും സാറ് വായിൽ പാടിത്തരുമ്പോഴും വീട്ടിൽ കേൾക്കുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വന്നപ്പോഴാണ് മ്യൂസിക് എന്താണെന്നുള്ളത്, അതിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. അല്ല, അപ്പോൾ വയലിനാണ് പ്രൊഫഷണലായിട്ട് പഠിച്ചത് ആദ്യം? അതെ, വയലിനാണ് ആദ്യം പഠിച്ചത്. വയലിൻ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് എല്ലാം ഭംഗിയായിട്ട് വായിക്കുമായിരുന്നു. പക്ഷെ പിന്നീട് അതിൽ നിന്ന് ഞാൻ മാറി മ്യൂസിക് ഡയറക്ഷൻ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ളൊരു യാത്രയായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കൂടെ ഒക്കെ കുറേ അങ്ങനെ
സ്റ്റുഡിയോയിലൊക്കെ പോകുമായിരുന്നു. അവർ റൂമിൽ ഇരിക്കുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുമായിരുന്നു. പിന്നെ ഞാൻ തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ തുടങ്ങി. ഞങ്ങൾ ക്രിക്കറ്റ് കളി ചെയ്യുമ്പോഴത്തേക്ക് ഗ്രൗണ്ടിൽ ഇരുന്ന് തന്നെ കമ്പോസ് ചെയ്തിരുന്നു കുറച്ച് പാട്ടുകളൊക്കെ. അങ്ങനെയൊക്കെയാണ് അത് ചെയ്തുകൊണ്ടൊക്കെ. പിന്നീട് അത് പ്രൊഫഷണലായിട്ട്. അതിനുശേഷം ബാലമുരളീകൃഷ്ണൻ അടുത്ത് പഠിക്കാൻ ഒരു ശ്രമം നടത്തിയില്ലേ? അത് എൻ്റെ അമ്മയുടെ ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ തന്നെ ഇവിടുന്ന് വണ്ടി കയറി, മദ്രാസിലേക്ക് വണ്ടി കയറി അവിടെ ചെന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു, കാൽക്കൽ തൊട്ട് നമസ്കരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാണ് സംഗീതം പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് ഒരു മറുപടിയും പറയാൻ പറ്റാത്തൊരു ഫീലായിപ്പോയി. കാരണം അദ്ദേഹം അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്, അത്ര ഇഷ്ടമാണ് സംഗീതം. ഈ കാലത്ത് സംഗീതം പഠിച്ചിട്ട് ഒരു കാര്യമില്ല, സംഗീതം പഠിക്കാതെ തന്നെ മൂവ് ചെയ്യാൻ പറഞ്ഞു എന്നങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര അതിശയമായിട്ട് ചിന്തിച്ചു, എന്താ അദ്ദേഹം അങ്ങനെ പറയുന്നത്. തീർച്ചയായിട്ടും അല്ലാതെ ഡെസ്പറേറ്റ് ആവുമല്ലോ ഭയങ്കരമായിട്ട്. പക്ഷെ അത് കാര്യമുണ്ടെന്ന് പിന്നെ മനസ്സിലാക്കി കേട്ടോ. കാരണം ഇപ്പം സംഗീതം ഇല്ലല്ലോ ഇപ്പം, അതുകൊണ്ടൊക്കെ ആയിരിക്കും സംസാരിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞു വരൂ നമുക്ക് പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ പിന്നീട് ചേർത്ത് അദ്ദേഹം പിന്നെ യാത്രയായി, എവിടെയോ അമേരിക്കയാണോ എവിടെയോ വലിയ ഒരു കൺട്രിയിൽ യാത്രയായി. പിന്നെ അങ്ങനെ വരുന്ന ആരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? അറിയാം. അതെല്ലാം അമ്മ വിളിച്ച് പറഞ്ഞിരുന്നു, ഞാൻ ചെന്ന് പറഞ്ഞു ഒക്കെ ചെയ്തു. പക്ഷേ ഞാൻ പറയട്ടെ, മ്യൂസിക് തെറാപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ്. സംഗീതത്തിൽ പകരം വെക്കാനില്ലാത്തൊരു ആചാരനാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും വിഷമം വരും. അത് മാനസികമായിട്ട് തളർത്തിയിരുന്നു അല്ലേ? തളർത്തിരുന്നു. കാരണം മഹാഗുരുവിൻ്റെ അടുത്ത് പഠിക്കാന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പം അത് സാധിച്ചില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ആഗ്രഹം നിർത്തിയില്ല. പക്ഷെ ഞാൻ ഉടൻ തന്നെ, കാരണം അദ്ദേഹത്തിൻ്റെ വരവ് കാത്തിരിക്കാനുള്ള ക്ഷമയില്ല. കാരണം ഞാൻ വേറൊരു അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് താമസിക്കുന്നില്ല. അപ്പം അദ്ദേഹം എനിക്ക് വേണ്ടി അവിടെ തേടുകയുണ്ടായി. അങ്ങനെ കലാപീഠം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അംഗത്വം എടുക്കുന്ന അവിടെ ജോലി, ചെന്നൈ ആലുവപ്പേട്ടിലുള്ള റോഡിലുള്ള അവിടെയുണ്ട്. അങ്ങനെയാണ് അവിടെ നിന്ന് സ്റ്റാർട്ട്. പിന്നെ ഇടയ്ക്ക് വരാൻ പറയും, പക്ഷേ ഇടയ്ക്ക് പോകുമ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അങ്ങനെ കാണാനൊക്കെ പറ്റാ. പിന്നെ അങ്ങനെ അത് പിന്നെ ഞാൻ അവിടെ പിന്നെ പോകാതായി. പിന്നെ വല്ലപ്പോഴും വൈകുന്നേരങ്ങളിൽ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ അദ്ദേഹം. ഈ കലാപീഠത്തിൽ 10 വർഷം പഠിച്ചു? കലാപീഠത്തിൽ 6 കൊല്ലം. കലാപീഠവും മായ മ്യൂസിക് സ്കൂളിൽ നിന്ന് അടയാറുള്ള ആ സ്കൂളിൽ ഞാൻ ഇങ്ങനെ മാറി പഠിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണോ ഈ സംഗീത സംവിധാന രംഗത്തേക്ക് വരുന്നത്? അതെ, 2001 എനിക്ക് നാട്ടിലേക്ക് വന്നൊരു പാട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ചേട്ടൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെടാറുണ്ട് ഇടയായി. അദ്ദേഹമാണ് നമുക്ക് ഉടൻ തന്നെ ഒരു ആൽബം ചെയ്യാം എന്ന് പറഞ്ഞ്. പക്ഷെ അത് കുറച്ച് നീണ്ടുപോയി. അതിനു മുമ്പ് ഞാൻ ഈ കാര്യം എൻ്റെ വൈഫിനോട് പറയുകയും വൈഫ് വന്ന് അത് പ്രൊഡ്യൂസ് ചെയ്ത്, എൻ്റെ ഫ്രണ്ട് ജോബിയും കൂടെ കൂടി പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് പ്രിയസഖി എന്നൊരു ആൽബം ചെയ്യുക. അപ്പോൾ അന്ന് ഈ സെമി ക്ലാസിക്കൽ സോങ്സ് ഒക്കെ ഒരുപാട് ഇറങ്ങുന്ന കാലം, രവീന്ദ്ര മാഷിൻ്റെ മറ്റുള്ള ആൾക്കാരെല്ലാം ഇറങ്ങുന്ന കാലത്ത് എനിക്കൊരു ഐഡിയ, ഇതൊരു പക്ക ഒരു വിൻട്രൻ മോഡ്, ഒരു ക്ലൗഡി, ഇപ്പം ഒരു മിസ്റ്റൊക്കെ വന്നിട്ടുള്ള മോഡിൽ ഒരു ഹസ്കി ആയിട്ടുള്ളൊരു വോയിസിൽ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ കമ്പോസിഷൻ എഴുതിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തന്നെ പറഞ്ഞു, ഇവരെല്ലാവരും കൂടെ പറഞ്ഞു നിങ്ങൾ തന്നെ പാടിയാമെന്ന് പറഞ്ഞു. ഞാൻ പാടുമ്പോൾ അതിനകത്തൊരു മൂഡ് വരുന്നുണ്ട്, അപ്പം നിങ്ങൾ തന്നെ പാടാൻ പോയി. അങ്ങനെ അപ്പോൾ ഒരു ചിലവും കൂടെ കുറവുണ്ട്, കാരണം എനിക്ക് പൈസ തരേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് ഞാൻ ഏറ്റെടുത്തു. മ്യൂസിക്കും പാട്ടും ഞാൻ തന്നെ ഏറ്റെടുത്തു. അങ്ങനെ പാടിയത്. പിന്നെ അത് കുട്ടിക്ക് ഒരു 10-12 വർഷം ടി വിയിൽ കാണിച്ചിരുന്നില്ല. ഒട്ടും അടുപ്പിച്ച് എനിക്ക് തോന്നുന്നു ഒരു AC ഇവിടെയൊക്കെ ഒരു ദിവസം 10 പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ഹിറ്റായിരുന്നു ആ പാട്ട്. പക്ഷെ ഇത് ആര് ചെയ്തെന്നൊന്നും എനിക്കൊരു ചോദ്യമൊന്നും ഉണ്ടായില്ല. അതാണ് അന്നത്തെ ഒരു പറ്റിയൊരു അങ്ങനെ അല്ലെങ്കിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. ആരാണ് സംഗീത സംവിധാനം ചെയ്തതെന്ന് ഒരു ചെറിയ അക്ഷരത്തിൽ ചിലപ്പോൾ എഴുതി കാണിക്കുമായിരിക്കും. അതെ അത്ര കൂടുതൽ അത്. പക്ഷേ ഏഷ്യാനെറ്റിലും ഏഷ്യാനെറ്റ് പ്ലസ് അങ്ങനെയുള്ള കുറേ ചാനൽസ് ഉണ്ടല്ലോ. അപ്പോൾ സൂര്യ അങ്ങനെയുള്ള ജീവൻ എല്ലായിടത്തും വന്നു കുറേ വർഷം അലയടിച്ചു. അങ്ങനെ ഞാനൊരു ചോദിച്ചാൽ, സംഗീത പാരമ്പര്യമുള്ള കുടുംബം, അസാമാന്യമായ ടാലൻ്റ് ഉള്ള ആളാണ്. പക്ഷേ ശക്കലം ഒരു അന്തർമുഖനായിരുന്നു അല്ലേ? വളരെ ഷൈനസ്. കാരണം ഒരു സ്ഥലത്തേക്ക് എനിക്ക് കയറി നിൽക്കാൻ പേടിയായിരുന്നു. എക്സ്പോഷർ സ്വയം കൊടുത്തിരുന്നെങ്കിൽ സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബ്രേക്ക് ത്രൂ. അതെ കാരണം പ്രോത്സാഹനത്തിന് കുറവായിരിക്കാം. കാരണം വെച്ചാൽ അന്നൊന്നും ആരും പ്രോത്സാഹിപ്പിക്കാനൊന്നുമില്ല. ഞാനൊരു വഴി തേടി
നിൽക്കുന്നു. പിന്നെ പ്രോത്സാഹനം എന്തിനുള്ളതായിരിക്കാം. പക്ഷേങ്കിൽ എനിക്ക് കയറി നിൽക്കാൻ ഒരു തട്ടിൽ എനിക്ക് പേടിയായിരുന്നു. ഒരു സമൂഹം ആൾക്കാർ മുമ്പിൽ പോയി പാടാനൊക്കെ പേടിയായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ മ്യൂസിക് ഡയറക്ഷൻ തിരഞ്ഞെടുത്തത്. കാരണം അതാകുമ്പോൾ ഇവിടെ വീട്ടിൽ ചെയ്താൽ മതി എന്നൊക്കെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ സ്റ്റേജുകൾ ആഗ്രഹിക്കുകയാണ് പാടാൻ വേണ്ടിയിട്ട് അങ്ങനെ. പക്ഷെ അത് നല്ലൊരു ആൽബമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് 13 വർഷം അടുപ്പിച്ച് വന്നു. വളരെ സന്തോഷകരമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അക്കാലത്തൊരു 5000 CD-യോളം വിട്ടുപോയ ഒരു ആൽബം ഇല്ലേ? ഉണ്ട്. അതേതായിരുന്നു? എനിക്കൊന്ന് 5000 മേളിൽ പോയിട്ടുണ്ട്. ഒരു കണക്ക് അത് വൃശ്ചിക മാസം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു. ആ പ്രൊഡ്യൂസർ പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു CD ചെയ്യണം. അപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്തത് ദിവ്യ വിരുന്ന് എന്നുള്ളൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബം. അതിൽ ഒരു 3-4-5 പാട്ടുകൾ ഏറെ ഹിറ്റായപ്പോഴത്തേക്ക് അദ്ദേഹം നമുക്ക് ഉടൻ തന്നെ അയ്യപ്പൻ്റെ സീസൺ വരികയാണ് അപ്പോൾ ചെയ്യണം, അങ്ങനെ ചെയ്തു. അത് വൃശ്ചിക മാസം എന്ന പേരിൽ 10 പാട്ടുകൾ ഇറക്കി. മനോജ് കൃഷ്ണൻ എന്ന് പറഞ്ഞ വലിയ ഗായകനാണ് പാടിയതല്ല. അദ്ദേഹം ഈയിടെ നമ്മളെ വിട്ടുപോയി. ആ കാസറ്റ് അത്രയും നല്ല ഭംഗിയായ ആൾക്കാർ സ്വീകരിച്ചു. കുറേ പാട്ട് ഓർമ്മയുണ്ടോ? അതിൽ അതും അയ്യപ്പനെ പറ്റിയുള്ള പാട്ട് അല്ലേ? അയ്യപ്പനെ ഫസ്റ്റ് പാട്ട് ഗണപതി ഭഗവാനെ കുറിച്ചുള്ളതാണ്. അത് ചിന്താമണിയേ വിനായക അങ്ങനൊരു ലിറിക്കാണ്. പിന്നെ വൃശ്ചിക മാസം എന്നുള്ള വൃശ്ചിക മാസം രുദ്രാക്ഷം ചാർത്തി വ്രതശുദ്ധിയോടെ വന്നെത്തി, അങ്ങനൊരു ഈ വൃശ്ചിക മാസം എന്നുള്ള പേര് കൊണ്ടുള്ളൊരു പാട്ട് അതിനകത്തുണ്ടായിരുന്നു. കുറേ പാട്ട് നല്ല പാട്ടുകൾ. പക്ഷെ ഞാനിപ്പോൾ അത് 2001 ഒരു കാര്യമായതുകൊണ്ട് ഓർമ്മയില്ല, അത്ര മെമ്മറിയില്ല. അത്. പിന്നെ ഈ ക്ലിയോപാട്ര എന്ന സിനിമയിലേക്ക് വരുന്നതിന് മനോജ് കെ ജയൻ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും. അദ്ദേഹം ഒരു ദിവസം ഞങ്ങളന്ന് മനോജിൻ്റെ വീട്ടിൽ മിക്കവാറും അവിടെ അമ്മ ഉള്ള കാലത്ത് അമ്മയെ നോക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോഴത്തേക്കും എന്നോട് ഇങ്ങനെ ഗിരീഷ് വൈക്കം എന്ന അദ്ദേഹമുണ്ട്. അദ്ദേഹം പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾഡാണ്. അദ്ദേഹത്തെ ഒന്ന് പോയി കാണാൻ പറയും. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ അവിടെ ചെന്ന് പറയണം എന്ന്. കാക്കനാട് ഒരു സ്ഥലത്തായിരുന്നു. അവിടെ ആകുമ്പോഴത്തേക്കും രാജശങ്കരാട് സാറുണ്ട്, എൻ്റെ എഴുത്തുകാരനുണ്ട്, ഗിരീഷ് അദ്ദേഹമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നു. എങ്ങനെ മനോജ് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം വളരെ സ്വീകരിച്ച് എന്നെ അകത്തിരുത്തി ഒരു സിറ്റുവേഷൻ അപ്പോൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നിങ്ങനെ, ഇതാണ് സിറ്റുവേഷൻ. അപ്പം അതിലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള മൂഡ് വരണം, എന്നാൽ ചെറിയൊരു സങ്കടമുണ്ട്, എന്നാൽ എന്തൊക്കെയോ അങ്ങനെയൊക്കെ കുറേ പറയും. അപ്പം എനിക്കത് ആകെ ഭയന്നു, ശരിക്കും പറയാം. ആ നിമിഷം ഭയന്നു ഭയങ്കര. എങ്ങനെ ഉണ്ടാകും? കാരണം അന്ന് കീബോർഡ് ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ കൈമേശി ബൈക്കിൽ പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഈ ട്യൂൺ ഇങ്ങനെ ഒന്ന് ലാ 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 ഇങ്ങനൊരു സാധനം ഇട്ട് കേൾപ്പിച്ചു. അപ്പോൾ അവർ ഇത് ആക്റ്റാണുള്ളത്, ഏകദേശം അതിനടുത്തേക്ക് വരും, അത് മൊത്തം പാടാൻ പറയും. അങ്ങനെ ഞാൻ ഫുള്ള് ഞാൻ പാടി കേൾപ്പിച്ചു. അപ്പോൾ അവർ ഇത് മതിയെന്ന് പറഞ്ഞു, നമുക്കെന്നാൽ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 50,000 റുപ്പീസ് എനിക്ക് അന്ന് ആദ്യമായിട്ട് സിനിമയിലുള്ള വരുമാനം തരികയാണ്. ഗിരീഷ് വൈക്കം തന്നെയാണ് തരുന്നത്. അങ്ങനെ ആ പാട്ട് തുടങ്ങുന്നു. ഞാൻ പറഞ്ഞത് ചിത്ര ചേച്ചിയെ വെച്ച് പാടിച്ചാൽ നല്ലതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് അവർ അക്സെപ്റ്റ് ചെയ്തു. നേരെ അപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്തു, ചെന്നൈയിൽ ചെല്ലുന്നു, റെക്കോർഡിങ്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം. ചിത്ര ചേച്ചിയോട് പാട്ട് പാടി കൊടുക്കുമായിരുന്നു, ഞാൻ ഇവിടുന്ന് ട്രാക്ക് എടുത്തു. അപ്പം സംഗീത എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇത് പാടി എനിക്ക് ട്രാക്ക് തന്നത്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ട്രാക്കേ വേണ്ട, കാരണം മഞ്ജു നന്നായിട്ട് പാടുമെന്ന് എനിക്കറിയാം, അപ്പം എന്നെ കുറച്ചിലോട്ട് അറിയാം. അപ്പം ചെന്നപ്പോഴേ പറഞ്ഞു എൻ്റെ വണ്ണമൊക്കെ കുറഞ്ഞല്ലോ, വണ്ണമൊക്കെ പോയല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ ധൈര്യം വന്നു. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഫേസ് ചെയ്യാൻ പേടിയായിരുന്നു, കാരണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുകയുമാണ്. അപ്പോൾ ഒരു എൻകറേജ് ചെയ്യുന്ന അപ്രോച്ചായിരുന്നു. ആയിരുന്നു വളരെ സൗഹൃദമായിട്ട്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോളം സംസാരം തന്നെ ഉണ്ടായി, വീട്ടുകാര്യങ്ങളും അല്ലെങ്കിൽ സിനിമ ഒക്കെ സംസാരം ഉണ്ടായി. അങ്ങനെയാണ് പിന്നെ പാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ എന്നോട് പാടിയാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഉടനെ പാടി, ഉടനെ അദ്ദേഹം നൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. നൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ഫുൾ സോങ് അങ്ങനെ നൊട്ടേറ്റ് അത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ട് എൻ്റെ മുമ്പിൽ ഒറ്റ പാട്ടങ്ങ് പാടി എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അത്രയും ഒരു ഭാഗ്യം ആ നിമിഷങ്ങൾ. ആതിരത്തിങ്കളെ പാൽക്കുടന്ത എന്നുള്ളൊരു പാട്ടാണ്. ആതിരത്തിങ്കളെ പാൽക്കുടം താ
താരകപ്പൂക്കളെ പൂമഴത്താ ശലഭമായി പറന്നിടാം ഓമനമൈനേവാ പ്രിയനെ താ മധുരമായി ചുംബനത്തേ മധുരം ആതിരത്തിങ്കളെ പാൽക്കുടം താരകപ്പൂക്കളെ പൂമഴ ഇങ്ങനൊരു പാട്ടാണ്. അത് പിച്ചിലേക്ക് പോകുന്ന പിച്ചിലേക്ക് പോകുന്നുണ്ട്. അത് അനുപല്ലവിയിൽ ഇത് സി സ്കെയിലാണ്. അപ്പോൾ ഒരു ഫീമെയിൽ ശ്രുതി എന്ന് പറയുമ്പോൾ സി സ്കെയിൽ വളരെ ഹൈ ആണ്. പക്ഷെ അതിൽ അദ്ദേഹം പഞ്ചമത്തിൽ അടുത്ത ഒക്ടേവിൽ പോയിട്ട് വന്നിട്ടുണ്ട് ഈസിയായി. അത് നമുക്ക് ഒന്നും പറയാൻ പറ്റാതെ എന്നുള്ള ആ സ്ഥലത്ത് ഇപ്പോൾ ഡി സിയുടെ ഇറങ്ങി വന്നു. 1 മണിക്കൂർ കൊണ്ട് 3 പാട്ട് പാടി തന്നു. അതിൻ്റെ ചേച്ചിയെ പോലെയൊക്കെ ഉള്ളവർക്ക് പറ്റൂല്ലേ? അയ്യോ അത് എന്തോ നമുക്കതിനകത്ത് വിവരിക്കാൻ പറ്റില്ല. അതിനുശേഷം പിന്നീട് എവിടെയെങ്കിലും വെച്ച് കണ്ടപ്പോൾ ഈ പാട്ടിനെ പറ്റി അഭിപ്രായം പറഞ്ഞായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങളോട് പെട്ടെന്ന് അരൂർ ചെല്ലാൻ പറഞ്ഞു, മനോരമ സ്റ്റുഡിയോയിൽ. അപ്പോൾ ചേച്ചി അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങളോട് അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ ചെന്നപ്പോഴത്തേക്കും ഈ പാട്ടിൻ്റെ ഈ ലൈൻ എന്നെ പാടി കേൾപ്പിച്ചു. എന്നോട് പാടി കേൾപ്പിച്ചു. അപ്പോൾ ഞാൻ ഉടനെ ഈ ലിറിക്സ് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ ഞാൻ ചോദിച്ചു. അത് മറക്കാൻ പറ്റും, അത് രക്ഷാതെ പാട്ട്. പിന്നെ എന്തോ ഒരു അങ്ങനെ. അപ്പോൾ അല്ല അതൊക്കെ വലിയൊരു ഭാഗ്യം, എന്നെ വലിയ ബ്ലെസ്സിങ്സ്, വലിയൊരു നിമിഷങ്ങളതല്ല. അങ്ങനെ പിന്നെ അത്രയും വലിയ ലെജൻഡ് ആയിട്ടുള്ളൊരു ഗായികയാണല്ലോ. അത്രയും ഭയഭക്തിയോട് ജീവിക്കുന്ന, അല്ലെങ്കിൽ സംഗീതം എന്താണെന്ന് അറിഞ്ഞു പോകുന്ന ആൾ, ഡൗൺ ടു എർത്താണ്, പ്രോത്സാഹനം, എല്ലാം കൊണ്ടും അദ്ദേഹം പാടിയത് എൻ്റെ ഒരു ഭാഗ്യം. ഇതിനിടയ്ക്ക് കുഞ്ചൻ നമ്പ്യാർ ഒരു സീരിയലിന് വേണ്ടിയിട്ട് മ്യൂസിക്. അതെ, അത് പെട്ടെന്നൊരു സീരിയൽ അങ്ങനെ വിളിച്ച് അങ്ങനെ വന്നതാണ് അത്. അപ്പോൾ അത് ഗുരുവായൂർ കിഴക്കേ നടയിൽ വെച്ചാണ് എൻ്റെ കമ്പോസിങ് എല്ലാം. അപ്പോൾ അത് പറഞ്ഞാൽ എനിക്ക് കീബോർഡ് എടുക്കാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ കൈയും വീശി പോയി. പക്ഷെ അന്ന് കമ്പോസിങ് ഉണ്ടെന്ന് എന്നോട് അറിയിച്ചിട്ടില്ല. ടക്കെന്ന് ഇവിടെ കിഴക്കാട് വരെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പം എഴുത്തുകാരി അവിടെ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു കമ്പോസിങ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ അത് കുഴപ്പമില്ല, വാങ്ങേണ്ട മുകളിക്കോളാൻ പറയും. ഞാൻ അങ്ങനെ വരില്ല, അങ്ങനൊന്നും വരാനുള്ള യന്ത്രമാണോ ഇത്, അങ്ങനെയൊക്കെ പറയാൻ വരും ഭഗവാൻ അവിടെ ഉണ്ട്, തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സിറ്റുവേഷൻ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റിലൊരു ഇങ്ങനെ മൂളി കയറി പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് അത് ഫുൾ എഴുതി, അവിടെ നിന്ന് തന്നെ എഴുതി അങ്ങനെ ആകുന്നത്. അതൊരു 10-20 എപ്പിസോഡ് എടുത്തത്. അപ്പോഴത്തേക്കും ശ്രീനാഥേട്ടൻ അദ്ദേഹം സാറ് മരിച്ചു. അങ്ങനെ ആയിരിക്കണം അത് സ്റ്റോപ്പായത്. പിന്നെ അറ്റ്ലസ് രാമൻ സാർ ഉണ്ടായിരുന്നു, അദ്ദേഹം എന്തോ അസൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു പെൺകുട്ടി അത് മാറി, എന്തോ സംഭവമായിരുന്നു അത്. അതുകൊണ്ട് അങ്ങനെ അത് മാറിപ്പോയത്. പക്ഷെ ഉഗ്രം പാടാണ്, അവരെല്ലാം പറയും അവാർഡ് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് മധുവാണ് പാടിയതല്ല, മധുവാണ്. അത് കുറച്ച് ക്ലാസിക്കൽ ഒരു ടൈപ്പാണ്. ഓർമ്മയുണ്ടോ പാട്ട്? ആഴിയിലായിരം മലരുകളോ അങ്ങനെ അങ്ങനെ പാട്ടത്. അങ്ങനെന്തോ എനിക്ക് ഓർമ്മയില്ല സാർ, സോറി. കുഴപ്പമില്ല. 2016 നല്ലൊരു ബ്രേക്ക് ത്രൂ കിട്ടിയൊരു പടമാണല്ലോ കുപ്പിയോള. അതിൽ സംഗീത സംവിധാനത്തിന് വയലാർ അവാർഡ് മഞ്ജുവിനും കിട്ടിയിരുന്നു. അത് പാടിയ മധു ബാലകൃഷ്ണനും നല്ല ഗായകനുള്ള അവാർഡ് കിട്ടി. അതെ, ക്രിട്ടിക്സ് അവാർഡും വയലാർ അവാർഡും കിട്ടിയായിരുന്നു. വലിയൊരു നേട്ടമാണല്ലോ, കാര്യമല്ല, വലിയൊരു നേട്ടമാണ്. കലയുടെയും തുടങ്ങുന്ന പാട്ട്, കലയുടെ കവിത, അതൊന്ന് പാടും. അത് 2017 ആ കാലത്താണ്. പെട്ടെന്ന് തന്നെ എൻ്റെ ഫ്രണ്ട് വിളിക്കുന്നു, ശ്രീ ദിലീഷ്, KS ദിലീഷ് കുമാർ എന്ന് ഞാൻ വിളിക്കുന്നു. അദ്ദേഹം വിളിച്ചുകൊണ്ട് പറഞ്ഞു ഉടൻ തന്നെ ട്രിവാൻഡ്രത്ത് ചെല്ലണം, സുരേഷ് പിള്ള എന്ന ഡയറക്ടർ വിളിക്കുന്നുണ്ട്, പോയി കാണാൻ പറയും. അങ്ങനെയാണ് ഈ പടം എനിക്ക് അവസരം ശരിയാവുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ 3-4 സിറ്റുവേഷൻസ് പറഞ്ഞു, 3-4 ട്യൂണും. അപ്പോൾ തന്നെ ഉടൻ തന്നെ എനിക്ക് ട്യൂൺ ഉടൻ തന്നെ വരാനുള്ള ഒരു എന്തോ ഇവിടെ നിന്ന് ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. സ്പോട്ടിൽ ചെല്ലുമ്പം ഒരു ട്യൂൺ ഇട്ട് കൊടുക്കുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ആദ്യം ചെയ്ത് കലയുടെ കവിതയാണ്. അപ്പോൾ അതിട്ടൊക്കെ 10 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ടൂർ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അത് പറഞ്ഞു അത് മതി. അപ്പോൾ അവർ പറഞ്ഞു 13 മിനിറ്റ്സ് വേണോ അത് പറഞ്ഞു. ഞാൻ 30 മിനിറ്റ്സ് ഒക്കെ വേണമെന്ന് ചോദിച്ചാൽ അവർ വെട്ടി കുറച്ചത്. കുറച്ച് 8 മിനിറ്റും ഒരു 17 സെക്കൻഡോ ഒരു പാട്ട് തന്നെ. അതൊരു ഡാൻസ് സോങ് ആണ്. പല സിറ്റുവേഷനിൽ ഈ കുട്ടിയുടെ കഴിവ് കാണിക്കാൻ വേണ്ടി ഡാൻസ് ചെയ്യുന്നത്. അത് ചെയ്തു. അത് ഭംഗിയായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വലിയ വിശേഷം പറയാമെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ബിച്ചു തിരുമല അങ്കിള് വീട്ടിൽ വരും. ഇവരുടെ കാലം, ഇവരുടെ ആ വാഴുന്ന കാലം എല്ലാം അദ്ദേഹം വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ എഴുതുന്നത് കാണുമ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഇദ്ദേഹവുമായിട്ടൊന്ന് കൂടണം. അതൊക്കെ പിന്നീടാണ്, അന്നൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഇവരെല്ലാം കൂടെ കുറേ വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം വീണ്ടും ഒരു ദിവസം അവിടെ വന്നപ്പോഴത്തേക്കും വെള്ളപ്പൊക്കമാണ്. അന്ന് മീൻ പിടിക്കാൻ ഇവരെല്ലാം കൂടി ഇറങ്ങി ആറ്റിൽ. അപ്പോൾ അന്ന് അവർ അവിടെ വെച്ച് കുറച്ച് പാട്ടൊക്കെ ചുമ്മാ ഉണ്ടാക്കി പാടും ഈ മീൻ പിടിക്കുന്ന സമയത്ത്. പുള്ളി ഉടനെ എഴുതി ചുമ്മാ പാടാണ്ട് പറയും, ഉടനെ ഇവരെല്ലാം കൂടെ അങ്ങ് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പക്ഷേ എനിക്ക് അന്ന് തൊട്ടൊരു ആഗ്രഹം ഉണ്ടായി, ഇദ്ദേഹമായിട്ട് ഒരു ആൽബം ചെയ്യണമെന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. സിനിമ അന്നൊന്നും മനസ്സിൽ. അപ്പോൾ അങ്ങനെ അത് ഞാൻ അതൊരു പറയുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ദിവസം കൂടാതെ നീ പറഞ്ഞാൽ പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷേ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ ഞാൻ ഉടൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു. അല്ല നീങ്ങി നമുക്ക് എഴുതാമല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ പാങ്ങോട് ചെന്നു. അവിടെ വെച്ചാണ് ഇത് എഴുതുന്നതല്ല. അപ്പോൾ അതെനിക്ക് വലിയ മറക്കാൻ പറ്റുന്നൊരു, കാരണം വെച്ചാൽ ഈ കലയുടെ കവിത അദ്ദേഹം എഴുതിയേക്കുന്നു. അപ്പോൾ അങ്ങനൊരു വലിയൊരു അനുഭവം ഉണ്ട്. കാരണം ചില ആൾക്കാർ ശ്രമിച്ചാൽ നടക്കില്ല. കാരണം ഇത് പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ അച്ഛൻ്റെ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ കൂടെ സമയം കൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. ആ പാട്ടൊന്ന് പാടും. കലയുടെ കവിത. കലയുടെ കവിത കാലുകളിൽ ചിലങ്കകളിൽ ചിരി മധുരം മനസരസിൽ അരയന പിടനീ മായാംബികേ മോഹിനി എനിക്കുമൊരിടം പരതുമവനികളിൽ അലസരസികേ തരുമോ കിളിക്കുലസഖി വാവരവദനെ ഹൃദയശാഖിയിൽ ഞാൻ മെനഞ്ഞൊരു കീനാക്കൂട്ടിൽ ഒരു നാൾ മധുരവുമായി. ഇങ്ങനെയാണ് എൻ്റെ പല്ലവി. അതുപോലെ കുറേ അങ്ങോട്ട് പിന്നെ ഇനി സ്പീഡ് കൂടി വന്ന് വലിയ സ്പീഡിലാണ് ആ സോങ് അവസാനിക്കുന്നത്. ഡാൻസ് സിറ്റുവേഷൻസ്, അത് ജതിയൊക്കെ ഉണ്ട്, സ്വരമുണ്ട്, ആലാപമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ വന്നിട്ടാണ് അത് അവസാനിക്കുന്നത്. വേറെ 3-4 പാട്ടുകളുണ്ട്. വേറെ 3-4 പാട്ടുകളുണ്ട്. സുദീപ് പാടിയതുണ്ട്, വിജയ് യേശുദാസ് പാടിയതുണ്ട്, പിന്നെ നമ്മുടെ മധുശ്രീ നാരായണൻ, രമേശ് നാരായൺജിയുടെ മോള് പാടിയത്. അങ്ങനെ ഇവർക്കൊക്കെ നേരിട്ട് പാടിക്കൊടുക്കുമായിരുന്നു. ഇവർക്കെല്ലാം നേരിട്ട് പാടിക്കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. അവരെല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു. അവരെല്ലാം അന്ന് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പുണ്ട്. കാരണം എല്ലാവരും ഒരുമിച്ച് വന്നൊരു കൂട്ടായ്മയുണ്ട്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കോറസ് പാടിയിട്ടുണ്ട്. ഞാൻ മധുവൊക്കെ പണ്ട് 90 ആൾക്കാരുടെ കോറസ്, ഞാൻ അഫ്സൽ അങ്ങനെയുള്ള ഗായകന്മാരുടെ കോറസ്. അഫ്സൽ അന്ന് ശരിക്കും പറഞ്ഞാൽ ഡ്രം നന്നായിട്ട് വായിക്കും. ഇത് കമ്പോസറായിരുന്നു അദ്ദേഹം. അപ്പം അങ്ങനെയുള്ള കൂട്ടായ്മ എല്ലാവരും ഉണ്ട്. സുദീപൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ സുദീപും മധുശ്രീയും കൂടെ പാടിയിട്ടുണ്ട്. പിന്നെ വിജയ് പാടിയത് മിഴി നനഞ്ഞ മൈനയോ മാരിയോ വളയുടഞ്ഞ കൈകളോ വിരഹം തെന്നലറിയാത്തേങ്ങൾ പോലെ തീരമകലും നീലത്തിര പോലെ. ഇങ്ങനെ ഒരു സാഡ് വേർഷനാണ് അദ്ദേഹം പാടി. മറ്റേത് സുദീപിൻ്റെ തേനിൽ പോലും തൊഴി നീയും തിരയുമലിയ കാൽച്ചിലമ്പിനൊടികളാവാം മുകിൽ കൂട കീഴിൽ നീ വരുമോ മലർക്കിളിയായി മിഴി നീർത്താൻ മണിവിരലാൽ മന്ത്രമോതി മനസ്സുമെല്ലെ മധുമഴയായി തേനിൽ പോലും
തൊഴി നീയും, അങ്ങനെ ഡ്യുവറ്റ് സോങ് അത്. പിന്നെ അതിനകത്ത് വേറൊരു സോങ് കൂടെ ഉണ്ട്. അത് അല്ല ഇത് പിന്നെയുള്ള ഒരു ഫീമെയിൽ വേർഷനാണ്. ഈ മിഴി നിറഞ്ഞ് തന്നെ സരിത രാജീവ് എന്നുള്ളൊരു ഗായിക പാടിയിട്ടുണ്ട്. അത് അച്ഛനും വലിയച്ഛനും കൂടെ ചേർന്ന് ചിട്ടപ്പെടുത്തിയ നിറകുടം സിനിമയിലെ പാട്ട് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. ഓക്കെ, അത് ഓൾറെഡി ഫേമസ് ആണ്. ചെമ്പൈ സ്വാമി അനുകരിച്ചുണ്ട്. ആസുരം കലാപനമൊക്കെ ആ രീതിയിലാണല്ലോ. അതും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള വേറെ ഒരു പാട്ടും കൂടി ഉണ്ട്. അത് രണ്ടും കൂടി ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ആദ്യം ഇത് പണ്ട് ഈ സിനിമ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. നിറകുടം കമലഹാസനും സാറും ശ്രീദേവിയൊക്കെ അഭിനയിച്ചൊരു പടമാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഓർമ്മ എനിക്കുണ്ട്. അന്ന് ഈ അവാർഡിനായിട്ട് പോകുമ്പോൾ ഇവരൊക്കെയായിട്ട് സംസാരിക്കുന്നൊക്കെ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് പല അവാർഡ്സിനും ഞങ്ങളൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അച്ഛാ അങ്ങനെയൊക്കെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഓരോരുത്തരുമായിട്ടുള്ള പരിചയപ്പെടലും അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇന്നും ഓർമ്മയുണ്ട്. നക്ഷത്രദീപം എന്നുള്ള സോങ് പറഞ്ഞ പോലെ ബിച്ചുവങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അത് അതിന് വലിയൊരു കഥ തന്നെയുണ്ട്. വലിയ കഥ തന്നെയുണ്ട്. അതൊക്കെ സഹോദരന്മാർ പറഞ്ഞു കേട്ടു. അത് ഒരുപാട് പേർക്ക് അറിയാം, കഥ അറിയാം. നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൽ രാഗസുധ സാഗരത്തിൽ നീരാടി നക്ഷത്രദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപമൊരുങ്ങി. അതാണ്. പക്ഷെ ഇത് പിച്ച് കൂടി പോയി. അതിൽ വളരെ ഹൃദ്യമായ വേറൊരു പാട്ട് ശ്രീരാഗത്തെ ചിട്ടപ്പെടുത്തി ആരാരോ എന്നുള്ള ആരാരോ ആരാരോ സാർ പഠിക്കാൻ അല്ല പഠിക്കോളൂ. ഞാൻ ഓർത്തപ്പങ്ങ പറഞ്ഞൊന്നുമില്ല. കൂടെ കൂടെ സംഗീതം അഭ്യാസം ഇപ്പോഴും ഉള്ള ആളാണ്. സംഗീതാഭ്യാസം കമലഹാസൻ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള പാട്ട് കൂടിയാണ്. അതും കൂടെ ഒന്ന്. അതെ. ആരാരോ 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 ആരിരാരോ ജീവിതമെന്നൊരു തൂക്കുപാലം ജീവികൾ നാമെല്ലാം സഞ്ചാരികൾ അക്കരയ്ക്കെത്താൻ ഞാൻ ബുദ്ധിമുട്ടുമ്പോൾ ഇക്കര നീയും വന്നതെന്തിനാരോമൽ കുഞ്ഞേ ആരാരോ 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 ആരിരാരോ. ഒരു പാട്ടാണ് ഈ ശ്രീകുട്ടൻ MG ശ്രീകുമാർ ഉഗ്രന എന്ന് പറഞ്ഞൊരു ട്യൂൺ ഉണ്ടല്ലോ മഞ്ജുനാഥൻ ടി വിയിൽ ഒരു ഷോയിൽ പറയുന്നുണ്ട്. ഏതായിരുന്നു? അതെ, അത് 4ാമത്തെ സിനിമയായിരുന്നു. അത് ഉടുമ്പ് ബിജു എന്നാണ് അതിൻ്റെ ചിത്രത്തിൻ്റെ പേര്. ഒരു നാട്ടിൽ ഉടുമ്പുകളെല്ലാം ഇറങ്ങി കുറേ ആൾക്കാരെ ഉപദ്രവിക്കുന്നതിനെ പിടിക്കാണ്ടൊക്കെ വരുന്ന നായകനും ഒക്കെയായി കഥ. അപ്പോൾ വലിയൊരു ഉടുമ്പിനെ പിടിക്കുന്നു. ആ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ആഹ്ലാദ പാട്ട് ആ നാട്ടിൽ, ആ ഗ്രാമത്തിൽ. അപ്പോൾ അത് അദ്ദേഹത്തെയാണ് ചൂസ് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിരുന്നു ശ്രീകുട്ടൻ ചേട്ടനെ കൊണ്ട് പാടിക്കണം എന്നുള്ളത്. അപ്പോൾ അവർ പ്രൊഡ്യൂസർ സമ്മതിച്ചു. അവിടെ തന്നെ മൈ സ്റ്റുഡിയോ വിളിച്ച് പറഞ്ഞ് അദ്ദേഹം അവിടെ വന്ന് പാടി. അപ്പോൾ പാടി കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, മഞ്ജു ഇത് ഉഗ്രം പാട്ടാണ്, കാരണം രാഗം ബേസ്ഡ് ഒരു പാട്ട്, ഗംഭീരനാട്ടെ ചെയ്തൊരു പാട്ട്. പക്ഷെ അത് രാഗം ബേസ്ഡാണെന്ന് അറിയത്തുമില്ല. അപ്പോൾ ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഞാൻ ചെയ്യും, വേറെ ആരും ഏൽപ്പിക്കാൻ പാടില്ല, കാരണം എനിക്ക് അത്ര ഈ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ കുറേ ലക്ഷങ്ങൾ മുടക്കിയിട്ട് പിന്നെ ഉടൻ തന്നെ കൊറോണ എന്നുള്ളൊരു വലിയ മഹാമാരി വന്നു. അതിനെ ചൊല്ലിയുള്ള പിന്നെ 3-4 വർഷം അങ്ങനെ പോവുകയും. എന്നാലും ആ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടാം. പാട്ട് ശരത്തേട്ടൻ എഴുതിയേക്കുന്നത്, വയലാർ അദ്ദേഹമാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര രസകരമായിട്ട് ഞങ്ങൾ അന്ന് കൂടിയതല്ല, ഭയങ്കര തമാശ കലർന്ന കമ്പോസിങ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു വരിയാണ് എനിക്കറിയാവുള്ളൂ.
നാട്ടാരെ വീട്ടാരെ കൂട്ടാരെ കാട്ടാരെ കൂട്ടാടി തുള്ളാനിന്നായോ നാടാകെ നാനത്തട കോമോടോ കാട്ടാളൻ പോയേ കള്ളൻ്റെ കള്ളനുള്ളവൻ അങ്ങനെ സോങ്ങാണ് അത്, ഭയങ്കര രസമാണത്. നാട്ടാരെ കൂട്ടാരെ കാട്ടാരെ കൂട്ടാരെ കൂത്താടി തുള്ളാനിന്നായേ നാടാകെ കോമോടോ കാട്ടാളൻ പോയേ, അങ്ങനെ ഒരു പാട്ട്. രസകരമായിരുന്നു ആ പാട്ട്. പക്ഷെ ഇറങ്ങാൻ കുറച്ച് ഹിറ്റായിരുന്നു അത്. അദ്ദേഹം അത് റെക്കോർഡിങ്ങിലേക്ക് എത്തിയില്ല അല്ലേ? റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. അല്ല, അത് ഇറങ്ങിയെന്ന് അദ്ദേഹം അത് ലോകം മൊത്തം പാടി അത് ഹിറ്റാക്കിയത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അദ്ദേഹം പാടിയ പാട്ടിലെല്ലാം എല്ലാ ഗാനങ്ങളും അദ്ദേഹം പാടി ഹിറ്റാക്കും. അപ്പം അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് അറിയില്ല, അത് മുടങ്ങിയിട്ടില്ല. അവരിപ്പോഴും അത് എടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ചിരുന്നത്. തീർച്ചയായിട്ടും നല്ല നല്ല പ്രൊജക്റ്റുകൾ കിട്ടുവാൻ കഴിയുമാറാകട്ടെ. അതെ അതെ, സിനിമയാണ് ഭൂലോകം മുട്ടയുള്ള ആഗ്രഹം, സിനിമയാണ്. തീർച്ചയായിട്ടും ആഗ്രഹം നടക്കുമാറാകട്ടെ. 50s എത്രയോ സമയമുണ്ട്. തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ആരെയും ബുദ്ധിമുട്ടിക്കാരും അങ്ങനെ ചാൻസ് വെച്ച് ആരെയും വിഷമിപ്പിക്കാറില്ല. കാരണം അവർക്കൊക്കെ ഒരു അതെല്ലാം സ്വയം എക്സ്പോഷറിന്റെ ഭാഗമാണ്. അതെ, കാരണം പ്രകൃതിയുടെ നിയമമാണ്. നമ്മൾ ആരെയും നടക്കേണ്ട സമയത്ത് നടക്കട്ടെ. അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ വിശ്വാസം.